മിഷൻ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വിഷനെ കുറിച്ചായിരുന്നു, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഷനെ കുറിച്ചിട്ടാണ്. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ദൗത്യം എന്ന് പറയാൻ പറ്റും. വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു വീക്ഷണം. മിഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കൃത്യമായ ദൗത്യത്തിനാണ് എന്ത് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റീസൺ ഫോർ ദ ഓർഗനൈസേഷൻസ് എക്സിസ്റ്റൻസ്. ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസിന് എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപനം ക്രിയേറ്റ് ചെയ്തത്, ഇതിൻ്റെ ആവശ്യകത, നിലനിൽപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ റീസൺ. കാരണം നമ്മുടെ ദൗത്യമാണ് നമ്മുടെ സ്ഥാപനത്തിന് നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓവർ റൈഡിങ് ഗോൾ ഓഫ് ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ ഗോളിൻ്റെ ലക്ഷ്യം നേടാനുള്ള ഓവർ റൈഡിങ്. ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ എസ്റ്റാബ്ലിഷിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജി. ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് മിഷൻ എന്താണ്, ഒരു പ്രധാന റോള് ഉണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ മിഷൻ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും സെറ്റ് ചെയ്യാറുള്ളത്. പിന്നെ എന്താണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് പ്രൊവൈഡ്സ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ റീസൺ ഫോർ എക്സിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതിട്ട് ഡിസ്ക്രൈബ് വാട്ട് എ കമ്പനി വാണ്ട് ടു ഡു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ ദൗത്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥാപനം. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ഥാപനം എന്താണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ദൗത്യം എന്താണ്. അതിന് കൃത്യമായിട്ടുള്ള മിഷൻ ഓരോ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകും. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള വിഷനും മിഷനും ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ KTM കോളേജിൻ്റെ ഒക്കെ മിഷൻ എന്ന് പറയുന്നത് ടു മേക്ക് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഈസിലി ആക്സസബിൾ ടു സോഷ്യലി മാർജിനലൈസ്ഡ്, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആൻഡ് എക്കണോമിക്കലി ഡിപ്രൈവ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഓരോ സ്ഥാപനം ഇപ്പോൾ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ബാക്ക്വേർഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക, സൊസൈറ്റിയിൽ അവർ ഉയർത്തിക്കൊണ്ടുവരിക, അതൊക്കെയാണ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ പൊതുവെ മിഷൻ ഉണ്ടാകാറുള്ളത്. പക്ഷെ കമ്പനീൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ ഏറ്റവും നല്ല സർവീസ്. ഇപ്പോൾ IBMൻ്റെ മിഷൻ എന്ന് പറയുന്നത് അവർ ഗോൾ ഈസ് സിംപ്ലി സ്റ്റേറ്റഡ്, വി വാണ്ട് ടു ബി ബെസ്റ്റ് സർവീസ് ഓർഗനൈസേഷൻ ഇൻ ദി വേൾഡ്. വേൾഡിലെ ഏറ്റവും നല്ല സർവീസ് ഓർഗനൈസേഷനായി തീരുക എന്നുള്ളതാണ് ആരുടെ ഒബ്ജക്റ്റീവ്, ആരുടെ മിഷന്, IBMൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഷുഡ് ബി ഇൻഫർമേഷണൽ. അതെന്തായിരിക്കണം, അതിലൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് പർപ്പസ്. അതിന് കൃത്യമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പർപ്പസ്. അതിലിപ്പോൾ ഞാൻ നേരത്തെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ KTM കോളേജ് കരുവാരുണ്ടിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ടു മേക്ക് ദ ഓപ്പർച്യൂണിറ്റീസ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഈസിലി ആക്സസബിൾ ടു സോഷ്യലി മാർജിനലൈസ്ഡ്, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന, അതിന് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡായിട്ടുള്ള ആൻഡ് എക്കണോമിക്കലി ഡിപ്രൈവ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയിൽ എക്കണോമിക്കലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കോളേജിൻ്റെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കോളേജിൻ്റെ മിഷൻ. അതുപോലെ IBMൻ്റെ മിഷൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പർപ്പസ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള എൻ്റെ കൃത്യമായിട്ട് ആ സ്ഥാപനത്തിൻ്റെ ദൗത്യത്തിനെയാണ് എന്ത് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് വൺ ഓർഗനൈസേഷൻ ഫ്രം അനദർ. എന്താണ്, ആ ഒരു സ്ഥാപനത്തിൻ്റെ വിഷനും മിഷനാണ് എന്ത് ചെയ്യുന്നത്, ആ സ്ഥാപനത്തിനെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, തിരിച്ചു നിർത്തുന്നത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്ന് റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ. എപ്പോഴും എന്തായിരിക്കും ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യാഥാസ്ഥികത ആയിരിക്കും, അച്ചീവബിൾ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റ് നേടണം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ IBMൻ്റെ മിഷൻ നമ്മൾ പറഞ്ഞു വേൾഡിൽ നമ്പർ 1 സർവീസറായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സർവീസസും കാര്യങ്ങളും അവരുടെ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാകുക.
അതുപോലെ തന്നെ ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം, ഡൈനാമിക് ആയിരിക്കണം. ഒരിക്കലും എന്താകാൻ പാടില്ല, സ്റ്റാറ്റിക് ആകാൻ പാടില്ല. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആയിരിക്കണം. അതേപോലെ തന്നെ മോട്ടിവേറ്റിംഗ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ആർക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മിഷൻ എന്ത് ചെയ്യാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആയിരിക്കണം. പിന്നെന്താണ്, എപ്പോഴും ഒരുപാട് ബ്രോഡാകാനും പറ്റില്ല. ഇറ്റ് ഷുഡ് ബി നൈദർ ടു ബി ബ്രോഡ് നോട്ട് ടു നാരോ. കൂടുതൽ എന്താകാൻ പറ്റില്ല, ബ്രോഡാകാൻ പറ്റില്ല, എന്നാൽ പറ്റ ചെറുതാകാനും പറ്റില്ല. പിന്നെ ഷുഡ് നോട്ട് ബി അംബിഗസ് നോട്ട്, ഒരിക്കലും ഡൗട്ട് ആകാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ. ഒരു അംബിഗസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, അതിലുണ്ടാകാൻ പാടില്ല. എന്തായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ. പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് സൊസൈറ്റിയൽ ലിങ്കേജ്, സൊസൈറ്റിയുമായിട്ട് എന്താണ് ഒരു കണക്ഷൻ അതിന് ഉണ്ടാവും. അതുപോലെ തന്നെ ഷുഡ് ബി മോട്ടിവേറ്റിംഗ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വിഷനും മിഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാട്ട് ദ ഓർഗനൈസേഷൻ ടു ബിക്കം ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഫ്യൂച്ചറിൽ നമ്മൾ എന്തായി തീരണം, അതാണ് ഒരു സ്ഥാപനത്തിൻ്റെ വിഷൻ. ഇപ്പോൾ 2030 അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ്റെ 2030 ആകുമ്പോഴത്തേന് ഇന്ത്യ എന്താണ്, ഡെവലപ്ഡ് കൺട്രി ആയി തീരും. എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ ടെക്നോളജിയിലൊക്കെ നമ്പർ 1 ആകും. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഓരോ സ്ഥാപനത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക്കിനെയാണ് എന്ത് പറയുന്നത്, വിഷൻ എന്ന് പറയുന്നത്, വീക്ഷണം. മിഷൻ എന്ന് പറഞ്ഞാൽ എ മിഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ റീസൺ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാണ് ഈ സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിലനിൽക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ കാരണമാണ് എന്തെന്ന് പറയുന്നത് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി ഫ്യൂച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാം. മിഷൻ എന്ന് പറയുന്നത് അറ്റ് പ്രസൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, മിഷനിലൂടെ എഴുതി കാണിക്കുന്നത്. പിന്നെ വിഷൻ എന്ന് പറയുന്നത് എഫക്റ്റാണ്, മിഷൻ എന്ന് പറയുന്നത് കാരണങ്ങളാണ്. വിഷൻ ക്യാൻ ചേഞ്ച്, മിഷൻ ക്യാനോട്ട് ബി ചേഞ്ച്. കാരണം നമ്മളൊരു ദൗത്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ ദൗത്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് പിന്മാറാൻ പാടില്ല. അത് ഭീരുക്കളാണ് എന്തെന്ന് പിന്മാറുള്ളൂ, ദൗത്യത്തിൽ നിന്ന് പിന്മാറുള്ളൂ. അതുകൊണ്ട് തന്നെ മിഷൻ കാനോട്ട് ചേഞ്ച്. വിഷൻ എന്ന് പറയുന്നത് ആസ്പിറേഷൻ ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. മിഷൻ എന്ന് പറയുന്നത് കോർ പർപ്പസാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൃത്യമായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അത് വിഷൻ എന്ന് പറയുന്നത് സംതിങ് ടു ബി അക്കംപ്ലിഷ്ഡ്, മറ്റേ സംതിങ് ടു ബി പെർസേർഡ് ഫോർ അക്കംപ്ലിഷ്മെൻറ്റ്. ചിലത് പൂർത്തീകരിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് എന്ത് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. മിഷൻ എന്താണ്, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ വിഷനും മിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ.